വെച്ചു പുറത്ത് വെച്ചു പോയി 6 അടിച്ചു അടിച്ചു ആരെ വെട്ടി ഇവിടെ വന്നു 3 പുറത്ത് ഞാനുണ്ട് എടാ അകത്ത് 100 പൈസ എന്താ നിങ്ങൾ കളിക്കാൻ കൂട്ടില്ലേ കളിക്കാൻ പൈസ പൈസ ഞാൻ പൈസ കുറച്ച് വെക്കാന്ന് പറഞ്ഞാൽ എങ്ങോട്ട് പോണേ മാറിക്കിടന്ന് നിങ്ങൾ കളിക്കാൻ പുറത്തൊക്കെ നിങ്ങള് ശരിയാക്കി തരാം കേട്ടോ. അടിപൊളി അല്ല അതല്ല വെട്ടി ഈ നെഞ്ചുണ്ടൻ തെണ്ടി എവിടെ പോയി കിടക്കാണാവോ? ആ ചേച്ചി ഇപ്പൊ കുളിച്ചിറങ്ങുമ്പോഴത്തേന് ആ ചെമ്പും പാത്രം അവിടുന്ന് ചാമ്പിയില്ലെങ്കിൽ ഇപ്പൊ രാവിലെ മുതല് ഇതേത് കൂട് വയ്യാണ് പണ്ട് കാലത്തൊക്കെ നല്ല കളിയടാ. നെഞ്ചുണ്ട ഈ എവിടെ പോയി കിടക്കുക? എന്റെ അവിടെ അന്റെ കാത്തുക്കല്ലേ ഞാൻ ഇതുവരെ. എന്താ പ്രശ്നം എന്താ? എടാ ഞാൻ പമ്പ ചീട്ടുകളി കിടക്കുന്നുണ്ട്. പണ്ടിന്റെ കൂടെ 100 റുപ്യ 50 റുപ്യൊക്കെ എരവ് വാങ്ങിയ നാറികളുണ്ടല്ലോ. 10 പൈസ എനിക്ക് തന്നില്ല. എന്നോട് ചിലക്കാൻ പോകാനാ എനിക്ക് ചീട്ടുകളിയാണ് വലുത്. ഞാൻ ആ പെരയിൽ എത്ര നേരം ഈ ഒരു ചെമ്പും പാത്രം കണ്ടു. ഓർക്കൊരു പണി കൊടുക്കണം. ഓർക്കൊരു പണി കൊടുക്കണം. ഈ ഒരു കാര്യം ചെയ്യും, ആദ്യം ആ ചെമ്പും പാത്രം എടുത്ത് ചാക്ക് കെട്ടിയിട്ട് ചെമ്പ് പാത്രം വെച്ചിട്ട് ആ ചേച്ചി കുളിക്കാൻ കയറി. ചേച്ചി വിളിക്കും. എവിടെ എന്റെ ചെവിക്കല്ല് ഞാൻ മൂളിക്കും. ആ ചെമ്പും പാത്രം എടുത്തിട്ട് പെട്ടെന്ന് നമ്മൾ അവിടെ നഷ്ടപ്പാകും. ചേച്ചി കുളിക്കുമ്പോഴോ ചെമ്പും പാത്രം മുറ്റത്തുണ്ടോ? എന്താ ചേച്ചി കുളിക്കുന്നിടത്ത് പോയി നോക്കാൻ എന്റെ കണ്ണ് ഞാൻ പൊട്ടി. അതൊന്നും ചെയ്യില്ല. ജാതി പോയിട്ട് എടുക്കാം. ആ ചെമ്പും പാത്രം എടുക്കുക, വേഗം കൂടി അവിടെ പോകണ നെയ്യപ്പം തിന്ന 2 കാര്യം നെഞ്ചുണ്ടാ വിട്ടടാ കള്ളം നായി കക്കാൻ കയറിയ പെരയില് കൂടുമുറിയിൽ ഒളിഞ്ഞു നോക്കിയിട്ട് പന്നി എപ്പോഴും ഉണ്ടാവില്ല. ഇടക്കല്ലേ പന്നി അവിടെ കാട്ടിട്ട് ഈ കക്കാൻ പെരയില് കൂടുമുറിയിൽ ഒളിഞ്ഞു നോക്കിക്ക. ചെങ്ങായി അത് ആരാ കുളിക്കുന്നത്? നമ്മളെ പരിചയമുള്ള ചെങ്ങായിന്റെ ഒരു പണ്ട് ആ ചെങ്ങായി കണ്ട കഴുത്തിന്റെ മേലെ തല ഉണ്ടാവില്ലേ നായിയെ. ആ കിണ്ണൊക്കെ അവിടെ ഇന്നൊക്കെ കൂടി ചാക്ക് കെട്ടിയപ്പോഴല്ലേ ഈ മറ്റേ പരിപാടിക്ക് പോയ ഏറ്റ പരിപാടി ചെയ്തിട്ട് 2 പോയല്ലോ. അപ്പൊ അതുമില്ല ഇതുമില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇരുന്നവിടെ എവിടേക്ക് ഇരിക്കണേ? അയാൾ കണ്ടോ? ഇല്ല അയാൾ കാണൂലേ? ഓടി കുഴങ്ങിയിരിക്കുന്ന നെഞ്ചുണ്ടാ. ഓക്കെ അവിടെ കണ്ടോ? അവിടെ കുറച്ച് സാധനങ്ങൾ ചാക്കും കെട്ടാണല്ലോ. അതിന് ചൂണ്ടിട്ടായിട്ട് പോവല്ലേ? എന്തെങ്കിലും ആവട്ടെ. അല്ല ആളുണ്ടോക്കട്ടാ. ഇതെങ്കിലും അബദ്ധം പറ്റാതെ കഴിച്ചതായി. ഈ മെല്ലെ പോ, ഒരു സൈഡ് കൂടെ വാങ്ങോട്ട് വന്നാ പെട്ടെന്ന് എടുത്തിട്ട് പോയി കെട്ടി നല്ല എന്തെങ്കിലും ഉണ്ടായാൽ മതി. തേങ്ങയാണ് തേങ്ങ. എന്തോ ഒരു ഒച്ചപ്പാടൊക്കെ ഉണ്ടല്ലോ. കള്ളന്മാരത്തെ കക്കാണ് കനത്തിൽ കക്കണം. ഇപ്പൊ 4 തേങ്ങല്ലോ. പാപ്പിയെ വരുമ്പോഴത്തേന് ആ തേങ്ങ പെറുക്കി കൂട്ടിട്ട് നോക്ക്. എന്താ പരിപാടിയാണ്? എന്താ പരിപാടി? സാറേ വണ്ടി വരുന്നുണ്ട്. അപ്പൊ കുറ്റി നടക്കാൻ വേണ്ടിട്ട് അങ്ങോട്ട് വെക്കുന്നു. അതെനിക്ക് മനസ്സിലായി. തേങ്ങ കേട്ടപ്പോ തേങ്ങ പിന്നെ കട കൊടുക്കാൻ പാപ്പിയും നെഞ്ചുണ്ടല്ലേ? അല്ല ഞങ്ങള് വേറെ ആൾക്കാരാ. കക്കാൻ വന്നാണല്ലോ ആദ്യം പറയണ്ടേ സാറേ? ഇത് ഞങ്ങൾക്ക് അറിയില്ലെന്ന്. സാറോട് കാര്യം പറയാം, പ്രധാനപ്പെട്ട കാര്യം പറയാം. സാർ ഇത് ഒഴിവാക്കി തരാണെങ്കിൽ നല്ലൊരു കോള് സാറിന് തരാം. എന്താണ് കാര്യം? എന്താണോ ഇവിടെ അടുത്ത് ബമ്പ ചീട്ടുകളി നടക്കുന്നുണ്ട്. നല്ല പൈസ ഉണ്ട് ആ കളത്തില്. ഞങ്ങൾക്ക് കളിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പോയി നോക്കാം. അത് വാങ്ങിയ പകുതിയും തരണം. നോക്കാം നമുക്ക്. അല്ല നിങ്ങൾ ഇവിടുന്ന് വെള്ളം കൂടി ഒന്നും കിട്ടാത്തോണ്ട് നമുക്ക് റെഡിയാക്കാം. എന്നാ സ്ഥലം കാണിച്ചു തരാം. പറ്റി എന്താണോ ഇത് കൂടെ ഇങ്ങനെ പോണം. അവിടെ തന്നെ ഇവിടുന്നല്ലേ ആ കാണുന്ന വഴി കൂടെ ഇങ്ങനെ പോയാല് ആ അതിന്റെ അപ്പുറത്ത് ഇരുന്ന് കളിക്കണ്ടോ പകുതി ഇറങ്ങട്ടോ. ചതില് വഞ്ചന ചെയ്യരുത്. ഇന്നത്തെ വെള്ളം കൂടിയാട്ടോ സാറേ. ചതില് വഞ്ചന ചെയ്യരുത്. പിന്നെ നെഞ്ചുണ്ടാ അയാള് പോലീസുകാരനാ. അയാള് നമ്മളെ പറ്റിക്കും. അപ്പൊ എന്ത് ചെയ്യാ? നമുക്ക് അവിടെ നിന്നൊന്ന് മറിഞ്ഞൊന്ന് നോക്കാം അതെന്താ ചെയ്യണേ. അതല്ലേ ഇപ്പൊ ആ നെഞ്ചുണ്ടനും പാപ്പിയും പറഞ്ഞു പറ്റിച്ചതാണാവോ? എന്തായാലും പോയോക്കെ. എന്താ പരിപാടി? കിട്ടല്ലോ പോലെ ആരും പോലെ അടക്ക്. എല്ലാരും അടക്ക്. പോലീസ് സാറേ തമാശ എന്നല്ലല്ലോ. കൊറേ പൈസ ഉണ്ടല്ലോ. ഇല്ല സാറേ, പൈസ കൊറേ ഉണ്ടല്ലോ.
സാറേ ഞങ്ങൾ ഇതാരാ നടത്തിപ്പാരാ? നടത്തിപ്പാരാ? ഞാൻ തമാശക്ക് കളിക്കുന്നത് സാറേ. എന്നാ പൈസ കളിക്ക്. പൈസ അല്ലാതെ പിന്നെ ഒന്നുണ്ടല്ലോ. ഇപ്പൊ കളി തുടങ്ങിയിട്ടുള്ളൂ. പോലീസുകാരനെ പൈസ വാങ്ങണ്ടോ? പൈസ വാങ്ങട്ടെ കളക്ഷൻ നടത്തുന്നു. എടുക്കല പൈസ എടുക്ക്. ഇതൊക്കെ പൈസ ആണല്ലോ. അയ്യോ സാറേ പൈസ ഉണ്ട്. അത് നമുക്ക് പകുതി ആക്കട്ടോ. പൗജല്ലേ 3 ഊരിക്കണം. കിട്ടിയില്ലെങ്കിൽ പോലീസുകാരെ ചതിച്ചു നമ്മളെ. അറിയാൻ പറ്റില്ല. എല്ലാരും നടക്കട്ടെ. സ്റ്റേഷനിൽ പോവാ എല്ലാരും. അയ്യോ സാറേ ഞങ്ങൾ എല്ലാരും തമാശക്ക് വൈകുന്നേരം ആയപ്പോ ഞങ്ങൾ വെറുതെ ഇരുന്നതാണ്. നല്ല പരിപാടി. എല്ലാത്തിനും ചവിട്ടി പൊട്ടി ഉണ്ടല്ലോ. അയ്യോ സാറേ സാറേ ചീട്ട് എടുക്കട്ടെ. അപ്പഴേ പറഞ്ഞ പോലീസുകാർ വരും. പോലീസുകാർ ബാബാ അപ്പൊ തന്നെ അവസരം. അപ്പൊ പോയില്ലേ സാധനം കുട്ടികൾ മാറ്റി പോലീസുകാരോട് കളിച്ചാൽ നായ്ക്കുട്ടികളെ പോലെ ബാബാ എടുക്കാണ്ട്. ഓൽക്ക് കൊടുക്കുന്ന പൈസ കുറഞ്ഞ പൈസ ഉള്ളത് പൈസ ഓൽക്ക് കൊടുക്കാൻ മാത്രം ഒന്നും പൈസ ഉണ്ട്. സാറേ എന്താ സ്ഥിതി? എന്താണ്? റെഡി ആയില്ലേ? ഇല്ലല്ല പൈസ കുറച്ച് പൈസ കിട്ടിയിട്ടുള്ളൂ. അത് സ്റ്റേഷനിൽ നടക്കണം. സാറേ ഊടായ്പ കാണിക്കേട്ടോ. ഞങ്ങളെ പറഞ്ഞേച്ചോട്ടോ അങ്ങോട്ട് ആ പൈസ വാങ്ങാൻ വേണ്ടി. കളിക്കാൻ നിൽക്കണ്ട. ഒന്നുമില്ല. എന്താ തീരുമാനമാണോ? അങ്ങോട്ട് പൈസ വാങ്ങാൻ പറഞ്ഞ നമ്മള് വെള്ളം നിങ്ങൾക്ക് തരണോ? നിങ്ങൾ പൈസ ഇല്ലേ? പൈസ ഉള്ള അത് നിങ്ങൾ നോക്ക് സാറേ. നിങ്ങൾ പൈസ ഇല്ലേ? പൈസ ഒന്നുമില്ല. ആ പകുതി പൈസ തരും സാറേ. പകുതി പൈസ ഊടായ്പ പരിപാടി സാധാ പോലീസുകാരെ ജയിലിലേ കൊണ്ടേടും. അത് ഞങ്ങൾ ഇപ്പൊ ജയിലിൽ നിന്ന് വരികയാണ്. നിങ്ങളെ പൈസ തരും. പൈസ കുറവാക്കിട്ടുള്ളൂ. അഞ്ഞോയോ നോക്കണ്ട. തപ്പിക്കോട് ഉള്ള എടുക്ക. പോലീസുകാരെ നമ്മളെ ചതിക്കേ. പോലീസുകാരെ നമ്മളോടെ കളിക്കുന്ന എല്ലാ പുകരും തപ്പിയാ നെഞ്ചോട്ടാ. അത് ഞാൻ തപ്പ് ഇയാളെ കുളിപ്പിച്ചെടുത്തിട്ട് ഞാൻ അടങ്ങുള്ളൂ. ആ ടൗസർ വരെ ഊരി തപ്പി. അതൊക്കെ ഞാൻ കൈയിട്ട് തപ്പിടാ. ഒരു ചുവന്ന പേഴ്സും കിട്ടി. നിറച്ച് പൈസ തോന്നുന്നു. പാപ്പി കണ്ടില്ല തോന്നുന്നുണ്ട്. എന്താ അടിയാ അടിച്ച നെഞ്ചുട്ടാ? എടാ അയാള് തല വെക്കണ ആള് ചത്തില്ല. നെഞ്ചുണ്ടാ വിട്ടോളാ.